ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വിഷുക്കഞ്ഞിയുടെ റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. വിഷുക്കഞ്ഞി വെക്കുന്നതിന് ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് അര ഗ്ലാസ് വൻപയർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. അങ്ങനെ ഞാൻ കുതിർത്തെടുത്ത വൻപയറാണിത്. ഇന്നലെ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വൻപയറാണിത്. അതുപോലെ തന്നെ ഈ ഗ്ലാസ്സിന് തന്നെ, ഈ വൻപയർ എടുത്ത ഗ്ലാസ്സിന് തന്നെ 1.5 ഗ്ലാസ്, ഒരു ഗ്ലാസ് ഫുള്ളും അര ഗ്ലാസും കൂടെ ഞാൻ പുഴുക്കലരിയാണ് എടുത്തിരിക്കുന്നത്. അതായത് പുഴുക്കലരി എന്ന് പറഞ്ഞാൽ നെല്ലുകുത്തി പച്ചരി, ഈ ഉണക്കലരി പായസമൊക്കെ വെക്കുന്ന അരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ കുതിർത്ത് വെച്ചിരുന്ന വൻപയർ ചേർത്ത് കൊടുക്കാം. വൻപയർ മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. ഇത് നമ്മൾ തേങ്ങാപ്പാലിലാണ് വേവിക്കുന്നത്. അതിന് 3-ാം പാൽ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 3 ഗ്ലാസ് 3-ാം പാൽ ചേർത്ത് കൊടുക്കാം. മൂന്ന് ഗ്ലാസ് 3-ാം പാൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ വെച്ചതൊരു 3 വിസിലടിച്ചൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഫ്ലെയിം ഓണാക്കി കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 3 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം 3 വിസിലടിച്ച് ഈ ചെറുപയറൊക്കെ ഒരു 1/4 ഭാഗം വേവായിട്ടുണ്ട്. ഈ സമയത്തേക്ക് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് തണുത്ത് വന്നപ്പോൾ കുക്കറിൻ്റെ അടപ്പൊക്കെ തുറന്ന് നോക്കിയപ്പോൾ ഇത് 1/4 ഭാഗം വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന അരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരി മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 3 വിസിലും കൂടെ നമുക്ക് അടച്ച് വെച്ച് ഫ്ലെയിം ഓണാക്കി അടിക്കാം. അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓണാക്കിയിട്ടുണ്ട്. ഇനി ഒരു 3 വിസിൽ അടിക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 3 വിസിലടിച്ച് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് തണുക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതെല്ലാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചോറും പയറൊക്കെ കറക്റ്റിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനത് ഫ്ലെയിം ഓണാക്കി അത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് 3-ാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 3 ഗ്ലാസ് 3-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ആ പയർ വേവിച്ചപ്പോൾ 4 ഗ്ലാസ് 3-ാം പാലാണ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം അരി ചേർത്തപ്പോൾ 2 ഗ്ലാസ് 3-ാം പാലും കൂടെ ചേർത്ത് കൊടുത്തായിരുന്നു. ഇപ്പം നമ്മളിവിടെ 2 ഗ്ലാസ് 2-ാം പാലാണ് ചേർത്തിരിക്കുന്നത്. 3-ാം പാലല്ല, ഇത് 2 ഗ്ലാസ് 2-ാം പാലാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് 1 ഗ്ലാസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2 ഗ്ലാസ് ചേർത്തിട്ടുണ്ട്. 1 ഗ്ലാസും കൂടെ 2-ാം പാൽ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ചോറും പയറുമൊക്കെ നല്ല കറക്റ്റിന് വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരട്ടെ. ഈ സമയത്തേക്ക് ഞാൻ 1 നുള്ളി ഉപ്പും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. തേങ്ങാപ്പാലും പയറും അരിയും കൂടെയൊക്കെ നന്നായിട്ട് യോജിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് ഒരു 350 ഗ്രാം ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് കൊടുക്കാം. മധുരത്തിൻ്റെ കണക്കിനനുസരിച്ച് ചേർത്താൽ മതിയാവും. കുറച്ച് മധുരം മതിയെന്നുള്ളതൊക്കെ അത്രയും ശർക്കര ചേർത്താൽ മതി. ഞാനിവിടെ ഒരു 350 ഗ്രാം ശർക്കര പാനിയാക്കി വെച്ചാണ് ചേർക്കുന്നത്.
അത് ഇതിൻ്റെ കറക്റ്റ് മധുരമാണ്. നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് ജോയിൻ്റായിട്ട് വരട്ടെ. ഒരു മിനിറ്റ് നിന്ന് ജോയിൻ്റായിട്ട് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതെല്ലാം നന്നായിട്ട് തിളച്ച് ജോയിൻ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കറക്റ്റ് അളവിൽ ശർക്കരയും നെയ്യും എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് ഞാനൊരു 2 ഗ്ലാസ് ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ തിളപ്പിക്കരുത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് ജോയിൻ്റായിട്ട് വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്തേക്ക് ഇത് ചെറുതായിട്ട് തിളവരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഈ സമയത്തേക്കൊരു 1/2 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ ഏലക്കായും ചുക്കും കൂടെ പൊടിച്ചതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ കുറച്ച് കശുവണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. കശുവണ്ടിയൊക്കെ മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്ക് കുറച്ച് കറുത്ത മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്കിത് നേരെ പായസത്തിലേക്ക്, ഈ പായസമല്ല അവിഷിക്കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ വിഷുക്കഞ്ഞി റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ്.